സഹാക്കന്മാർക്കൊക്കെ പൊതുവെ ഭയങ്കര ബുദ്ധിയാണ്. അതിൽ ഏറ്റവും ബുദ്ധിയുള്ള ആളെ നമ്മൾ എടുത്താൽ അതിൽ മുന്നിൽ നിൽക്കുന്നത് ചിന്തോ ജെറോം ആയിരിക്കും. ചിന്തോ ജെറോമിന്റെ ബുദ്ധിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള PhD ഒക്കെ എഴുതി വാഴക്കുലയൊക്കെ കൊണ്ടുവന്ന് PhD ഒക്കെ എടുത്ത ആളാണ് ചിന്തോ ജെറോം. ഈ സ്വാഭാവികമായിട്ട് ഈ സഹാക്കൾ എന്ന് പറയുമ്പോൾ കോപ്പിയടി, അടിച്ചു മാറ്റൽ, മോഷണം, ഇതൊക്കെ ഇവരുടെ മാത്രം കുത്തകയാണ്. പിന്നെ കള്ളം പറയുക, നാക്കെടുത്താൽ കള്ളം പറയുക, ഇത് ഇവരുടെ ഒരു കുത്തകയായിട്ട് ഇവർ വച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർ പറയുന്ന കള്ളങ്ങളൊക്കെ ഒരു പരിധിവരെയൊക്കെ പിടിച്ചു അങ്ങ് കള്ളം പറഞ്ഞ് മെഴുകും ചില കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ഈയിടെയായിട്ട് നമ്മൾ ചിന്തോ ജെറോമിനെ കാണാനില്ല, അല്ലെങ്കിൽ എല്ലാത്തിനും അഭിപ്രായം പറയുകയാണ്. ഒരു പാട്ടിറങ്ങിയപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞ ആളാണ് ചിന്തോ ജെറോം. എൻ്റെ അമ്മയുടെ ജിമിക്കിയും കമ്മൽ എൻ്റെ അപ്പം അടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞൊരു പാട്ടിറങ്ങിയപ്പോൾ പോലെ ജിമിക്കിയും കമ്മലിന്റെ രാഷ്ട്രീയമുണ്ട്, സെൽഫിക്കൊരു രാഷ്ട്രീയമുണ്ട് എന്നൊക്കെ പറഞ്ഞ് മുന്നിട്ട് വന്ന ആളാണ് ചിന്തോ ജെറോം. അപ്പൊ എല്ലാത്തിനും ചിന്തോ ജെറോമിന് അഭിപ്രായം ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഇടയായിട്ട് നമ്മൾ രാഹുൽ മാങ്കൂട്ട വിഷയം വന്നു, ചിന്തോ ജെറോമിനെ കാണാനില്ല. ഇപ്പോ ഇന്നലെ ഒരു CPM ഒരു നേതാവ് ഷാഫി പറമ്പിൽ സ്ത്രീകളെ കൊണ്ട് ബാംഗ്ലൂർ പോകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് അതിൽ അഭിപ്രായം എന്ന് പറഞ്ഞ് ചിന്തയെ കണ്ട് കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതിലൊന്നും ചിന്തയുടെ അഭിപ്രായം ഒന്നും നമ്മൾ കേൾക്കാറേ ഇല്ല. ചിന്ത ചേച്ചി ജീവനോടെ ഇരിപ്പുണ്ടോ, ഇനി ക്യൂബയിലോ ചൈനയിലോ വല്ലതും പോയോ, ഇവിടെ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ തപ്പി പരതിക്കൊണ്ട്. കാരണം സ്വാഭാവികമായിട്ടും ഈ ടെൻഷനും സ്ട്രെസ്സൊക്കെ ഇരിക്കുമ്പോഴേ മാധ്യമപ്രവർത്തകർക്കായാലും ഇടയ്ക്ക് ചിന്ത ചേച്ചിയുടെയൊക്കെ ഒരു വാക്കൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര റിലീഫാണ്. ഈ ന്യൂസിന്റെ ഇടയിലൊക്കെ ഭയങ്കര റിലീഫാണ്. ഇതിലും ഭേദം നമ്മളാണെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോവും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കാറൊക്കെ ഉണ്ട്, ഈ ചിന്ത ചേച്ചി എവിടെ പോയി എന്താ എന്ന്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ എന്താ പറയുക, ഈ നമ്മുടെ സോഷ്യൽ മീഡിയയൊക്കെ ഒന്ന് പരതി നോക്കിയപ്പോൾ ഒരു വീഡിയോ, എനിക്ക് തോന്നുന്നു അത് പഴയ വീഡിയോ ആണെന്ന് തോന്നുന്നു, നിങ്ങളൊക്കെ കണ്ടു കാണില്ല. കണ്ടിട്ടില്ലെങ്കിൽ ഈ ചിന്ത ചേച്ചിയുടെ കാര്യം ഒന്ന് കേട്ടതോ. ചന്ദ്രനിൽ പോയ ചന്ദ്ര ഗവേഷകർ ചന്ദ്രനിൽ കാലുകുത്തിയ സമയത്ത് ഭൂമിയിൽ അവർക്കാകെ കാണാൻ കഴിഞ്ഞ മനുഷ്യനിർമ്മിതമായിട്ടുള്ള വസ്തു എന്ന് പറയുന്നത് ചൈനയിലെ വൻമതിലായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേട്ടല്ലോ, നല്ല സൂപ്പർ അല്ലേ അത് പറയുന്നത്. അതായത് ചന്ദ്രനിൽ നിന്ന് ഈ ചന്ദ്ര ഗവേഷകർ ചന്ദ്രനിലേക്ക് പോകുമ്പോൾ ചന്ദ്രനിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഒരേ ഒരു മനുഷ്യ നിർമ്മിതമായ ഒരേ ഒരു സാധനമാണ് നമ്മൾ ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ കാണുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മളിങ്ങനെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയും. ഇത് കേൾക്കുന്ന കുറെ കുഞ്ഞുങ്ങൾ, ഇപ്പൊ ഒരു വലിയ എന്താ പറയുക, അത്രമാത്രം ഇതൊക്കെ അടിച്ച് ചിന്തയുടെ ബുദ്ധിയും വിവരവും ഏതുവരെ ഉണ്ട് എന്ന് അളക്കുന്ന തരത്തിലുള്ള, അത് അവരയിലുണ്ട് തീവ്രത കുറഞ്ഞതും കൂടിയതും. അത്തരത്തിലുള്ള ഇപ്പൊ ഈ ന്യൂജൻ പിള്ളേരിലൊന്നും അത് കാണില്ല. ഇവർ പറയുന്നതെന്ന് വിശ്വസിക്കുമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ കുറച്ചു പേരെങ്കിലും ഇതൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ അല്ലെങ്കിൽ ഇത്തരം ധാരണകൾ ലെവലിൽ ഉണ്ടാക്കാൻ ഇത്തരം വാക്കുകൾ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ചിന്ത ചേച്ചി പറയുകയാണ്, ഇവിടെ നിന്ന് കുറെ മനുഷ്യർ ചന്ദ്രനിലേക്ക് പോയതല്ല കാര്യം. നമ്മളൊക്കെ അതാണ് മഹത്തായ കാര്യമെന്ന് ചിന്തിക്കുന്നത്. ചന്ദ്രനിലേക്ക് എത്തി അവിടെ ഗവേഷണം നടത്തി അവിടെ ജീവനുണ്ടോ വെള്ളമുണ്ടോ എന്നൊക്കെ കാണുന്നതാണ് നമ്മളെയൊക്കെ സംബന്ധിച്ച്. ചന്ദ്രനിലേക്ക് ഒരു കോളനി കെട്ടാൻ പോകുന്നു, അവിടെ ഹോട്ടൽ വരുന്നു, അവിടെ താമസം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നതാണ് നമുക്കൊക്കെ ഭയങ്കര സംഭവമായിട്ട് നമ്മളൊക്കെ കാണുന്നത്. പക്ഷെ ചിന്തേച്ചി അതൊന്നും അല്ല ചിന്തേച്ചി കണ്ടത്. അതായത് ഇവിടെ നിന്ന് ചന്ദ്രനിലേക്ക് എത്തുന്ന ഗവേഷകർ കണ്ടത് മനുഷ്യനിർമ്മിതമായ ഒരേ ഒരു സാധനമാണ് ഭൂമിയിൽ. നിങ്ങൾ വിചാരിക്കും പിണറായി വിജയനാണെന്ന്. അല്ല, അതിൽ നിന്ന് കഷ്ടിച്ച് പിണറായി വിജയൻ രക്ഷപ്പെട്ടിട്ടുണ്ട്, പിണറായി അല്ല. പിന്നെ നിങ്ങൾ വിചാരിക്കും AKG സെന്റർ ആണെന്ന്. അല്ല, AKG സെന്ററിന്റെ ആഡംബരമായ ആ ഒരു ഇത് അങ്ങ് വരെ എത്തിയില്ല. പിന്നെ എന്താ കണ്ടത്? അവര് കണ്ടത് ചൈന വൻമതിലാണ്. അവിടെ നിന്ന് മനുഷ്യനിർമ്മിതമായ ഒരേ ഒരു കെട്ടിടം അവർ കണ്ടത് ചൈന വൻമതിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ചൈനയെന്ന് കേൾക്കുമ്പോൾ ചിന്ത ചേച്ചിക്കൊക്കെ രോമാഞ്ചമാണ്. ചൈനയും ക്യൂബയും എന്നൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു രോമാഞ്ചമാണ് അവർക്കുണ്ടാകുന്നത്. അപ്പോൾ മറ്റൊന്നും അവര് ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. അപ്പോൾ അവര് കണ്ടത് ആകെക്കൂടെ ചൈനയുടെ വൻമതിലാണ് എന്നുള്ളതാണ്. ഇനി ഈ ഭൂമിയിലെ സാറ്റലൈറ്റ് ചിത്രമാണേ, അത് നമുക്കൊന്ന് കാണാം. സാറ്റലൈറ്റ് ചിത്രം കണ്ടല്ലോ.
ഇതാണ് സാറ്റലൈറ്റ് ചിത്രം. ഈ സാറ്റലൈറ്റ് ചിത്രത്തിൽ നിങ്ങൾക്ക് വൻമതിൽ എവിടെയെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അതിൽ ഞാൻ പറഞ്ഞു തരാം. സാറ്റലൈറ്റ് നിങ്ങൾ കണ്ടെങ്കിൽ അതിൽ കയറിപ്പോകുന്ന ഒരു സ്റ്റെപ്പ് പോലെ കാണിച്ചിരിക്കുന്നത് വൻമതിലല്ല, അത് ചൈനയിലെ ഒരു നദിയാണ്. അതിന്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്നതാണ് വൻമതിൽ. ആ വൻമതിൽ നമുക്ക് കാണാൻ കഴിയില്ല. ചൈനയിൽ നിന്ന് നോക്കിയാൽ വൻമതിൽ കാണാൻ കഴിയില്ല. ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ ചൈനയുടെ വൻമതിൽ കാണാൻ കഴിയില്ല. അത് ശുദ്ധ അബദ്ധവും പൊട്ടത്തരവുമാണ്. ഇനി ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരം എത്രയാണ്? ഈ സാറ്റലൈറ്റിന്റെ ദൂരം എന്ന് പറയുന്നത് 400 കിലോമീറ്ററേ ഉള്ളൂ. ഭൂമിയിൽ നിന്ന് സാറ്റലൈറ്റ് എടുക്കുന്ന ദൂരം എന്ന് പറയുന്നത് 400 കിലോമീറ്ററേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയെങ്കിലും ഒരു ചെറുതായിട്ടെങ്കിലും നമുക്കൊന്ന് കാണാൻ പറ്റുന്നത്. അത് അത്രയും സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരം എത്രയെന്ന് ചോദിച്ചാൽ 3,84,400 കിലോമീറ്റർ ആണ്. 3,84,400 കിലോമീറ്റർ ആണ്. ഈ സാറ്റലൈറ്റിൽ തന്നെ നമുക്ക് വളരെ കൃത്യമായി നോക്കിയാൽ മാത്രമേ അതിന്റെ ഒരു അതാണോ എന്ന് നമ്മൾ സംശയത്തോടെ പലതവണ നമ്മൾ നോക്കണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റൂ. അതാണ് ചിന്തേച്ചി പറയുന്നത്. ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ മനുഷ്യനിർമ്മിതമായ ഒരേ ഒരു കാര്യമേ കാണാൻ സാധിക്കൂ. അത് ചൈനയുടെ വൻമതിലാണെന്നൊന്ന് ആലോചിച്ച് നോക്കി എത്രമാത്രം പൊട്ടത്തരമാണ് പറയുന്നതെന്ന്. ഒരു അസാമാന്യ ബുദ്ധി വേണ്ടേ? ഇതൊക്കെ മനുഷ്യരുടെ മുന്നിലേക്ക് വിളിച്ചു പറയുമ്പോൾ ഒന്ന് ആലോചിക്കണ്ടേ എന്താണ് ഞാൻ പറയാൻ പോകുന്നത്? ഈ ഭയങ്കര ബുദ്ധിജീവികൾ എന്നൊക്കെ വിചാരിച്ചാണ് ഇവരൊക്കെ നടക്കുന്നത്. പലപ്പോഴും ശുദ്ധ മണ്ടത്തരം. പറയണ്ടെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ പറയുന്നത് ഇതൊക്കെ കേട്ടിട്ട് യുവതലമുറ പഠിക്കുമോ ഇല്ലേ അങ്ങനെയൊന്നല്ല. അപ്പൊ ചെറിയ കുട്ടികളുണ്ടല്ലോ, ഒരു 6, 7, 8 ക്ലാസ്സിലൊക്കെ ഉള്ള കുട്ടികളുണ്ട്. അവര് ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ അവർ വിചാരിക്കുമോ ചന്ദ്രനിൽ നിന്ന് നിൽക്കുമ്പോൾ ചൈനയുടെ വൻമതിൽ കാണാൻ കഴിയും. അപ്പൊ ഇവരിത് വേറെ ആളുകളോട് ഇത് പങ്കുവയ്ക്കും. ചന്ദ്രനിൽ നിൽക്കുമ്പോൾ വൻമതിൽ കാണാൻ പറ്റും, അങ്ങനെ ഒരു ചേച്ചി പറയുന്നത് ഞാൻ കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിത് പങ്കുവയ്ക്കും. അങ്ങനെ പങ്കുവെച്ച് കുട്ടികളുടെ മൈൻഡിലേക്ക് വരുന്നത് എന്താണ്? ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് അവരുടെ മൈൻഡിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം കൃത്യമായി, പ്രത്യേകിച്ച് ഈ ഇത്തരം കാര്യങ്ങൾ, ഈ ഭൂമിയെ സംബന്ധിക്കുന്ന, ചന്ദ്രനെ സംബന്ധിക്കുന്ന അത്തരം കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇതുവരെ ആരെങ്കിലും ചന്ദ്രനിൽ നിന്നൊരു മനുഷ്യനിർമ്മിതമായ ഒരു സംഭവം കാണാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ അറിവിലില്ല. ഇനി അറിയാവുന്ന പ്രേക്ഷകർ ആരെങ്കിലും കമന്റ് ചെയ്യുക. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഗവേഷകർ അത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടവര് ചന്ദ്രനിലേക്ക് എത്തുന്നത് അവിടെ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനും അവിടെ വായുവിന്റെയും ജലത്തിന്റെയൊക്കെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കാനും ഒക്കെയാണ്. അല്ലാതെ ചൈനയുടെ വൻമതിൽ കാണാനല്ല. അപ്പോൾ ഇത്രയും PhD എങ്ങനെയാണ് കിട്ടിയതെന്ന് നമുക്കറിയാം. എങ്കിൽ പോലും ഇത്രയൊക്കെ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്ന ഭയങ്കരമായ ലോകവിവരം അവർ പറയുന്നതൊക്കെ ഇങ്ങനെ പറക്കി വെച്ച വേടുകളാണ് അവർ പറയുന്നത്. അപ്പൊ ഇത്രയും ഭയങ്കര സംഭവമാണ്, ഭയങ്കര ചിന്താഗതിയാണ്. അതാണ് ചിന്താചരം. ഭയങ്കര ചിന്താഗതിയാണ്, ഭയങ്കരമായ നോളജ് ഉള്ള ആളാണ്, എല്ലാം അറിയാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്താ പറയുക ഷോ ഇറക്കുമ്പോൾ പൊന്നു ചിന്ത ചേച്ചി നിങ്ങളൊന്ന് ആലോചിക്കണം. ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ എന്താണ്, ഇതെങ്ങനെയാണ് എന്നൊക്കെയുള്ളതൊന്ന് ആലോചിക്കണ്ടേ? ആലോചിച്ചിട്ട് വേണം ഇതൊക്കെ പറയാനായിട്ട്. അല്ലെങ്കിൽ ട്രോളന്മാരെ കുറ്റം പറയാനൊന്നും പറ്റൂല. അവരെടുത്ത് ട്രോളും